എവ്രിവൺ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുഴമീൻ കറിയാണ്. ഇതിനായിട്ട് ഏത് പുഴമീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് രോഹു മീനാണ്. ഇതിനായിട്ട് ആദ്യം തന്നെ ചട്ടി വയ്ക്കുക. ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ 2 to 3 ടീസ്പൂൺ വരെ ഒഴിക്കാം. എണ്ണ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. എണ്ണ ചൂടായ ശേഷം കടുക് 1 സ്പൂൺ, ഉലുവ 1 സ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉലുവ തീർച്ചയായും ചേർക്കേണ്ടതാണ്, കാരണം ഇത് കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. കടുക് ഉലുവ നന്നായി പൊട്ടിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള, 2 എരിവുള്ള പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. സവാള സോഫ്റ്റായ ശേഷം 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി നന്നായി സോഫ്റ്റായി ഉടഞ്ഞു വരുന്ന വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, മുളക് പൊടി 1 to 1.5 സ്പൂൺ, എരിവ് കൂടുതൽ വേണ്ടവർക്ക് 2 to 2.5 സ്പൂൺ വരെ ഇടാവുന്നതാണ്. മല്ലിപ്പൊടി 2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് എന്നിവ ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം ചേർക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വാളൻ പുളിയാണ്. ചെറിയ നെല്ലിക്ക വലുപ്പത്തിലാണ് പുളി എടുത്തിരിക്കുന്നത്. പുളി നന്നായി പിഴിഞ്ഞ വെള്ളം ആണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് കറിക്ക് എത്ര ഗ്രേവിയാണ് ആവശ്യമുള്ളത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ സമയത്ത് ഉപ്പ് ഇനിയും ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. പിന്നീട് കറി നന്നായി തിളയ്ക്കാൻ അനുവദിക്കുക. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റവ് സിമ്മാക്കിയ ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ്. ഓരോരോ കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മീൻ കഷ്ണം ഇട്ട ശേഷം കറി ഇളക്കാൻ പാടില്ല. ഇനി ഫ്ലെയിം ഹൈ ആക്കി മൂടി വയ്ക്കുക. 3 to 4 മിനിറ്റ് വരെ ഇങ്ങനെ വയ്ക്കുക. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലാക്കുക. നന്നായി തിളച്ച് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മൂടി മാറ്റി ലോ ഫ്ലെയിമിൽ 3 മുതൽ 4 മിനിറ്റ് വറ്റിച്ചെടുക്കുക. കറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ചൂട് നന്നായി ആറിയ ശേഷം സെർവ് ചെയ്യാവുന്നതാണ്.